എല്ലാവർക്കും നമസ്കാരം. ഭൂരിഭാഗം ബിസിനസ്സുകാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ എൻ്റെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാം എന്നുള്ളത്. നിർഭാഗ്യവശാൽ 92% ബിസിനസ്സുകൾ പല സർവേകളിലും പറയുന്നത് അങ്ങനെയാണ്, സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കാത്ത അവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ളൊരു പരിഹാരമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബിസിനസ് ഡെവലപ്മെൻറ്റ് മാസ്റ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഈ ഒരു 6 കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ ശ്രദ്ധിക്കുകയും അത് പ്രാവർത്തികമാക്കി അത് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് നമുക്ക് ധാരാളം അവസരങ്ങൾ വളരാനുണ്ടാകുകയും നമ്മുടെ ബിസിനസ് നന്നായി സ്കെയിൽ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ നോക്കുക. ഈ 6 കോർ പില്ലേഴ്സ്. ഒന്നാമത്തെ കാര്യം സ്ട്രാറ്റജി തന്നെയാണ്. സ്ട്രാറ്റജി മീൻസ് തന്ത്രങ്ങൾ. എങ്ങനെയാണ് ആ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യേണ്ടത്? വളരെ ക്ലിയർ ആയിട്ടുള്ള ആക്ഷനബിൾ ആയിട്ടുള്ള റോഡ് മാപ്പ് ഇട്ടുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു പ്ലാൻ തയ്യാറാക്കണം. അപ്പോൾ നമ്മുടെ വിഷൻ, നമ്മുടെ ദീർഘകാലഘട്ടത്തിൽ നമ്മുടെ സ്ഥാപനം എവിടെ എത്തിച്ചേരണം നമ്മൾ ആഗ്രഹിക്കുന്നു, ആ വിഷനുമായിട്ട് കണക്ട് ചെയ്തും മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് മാർക്കറ്റിലുള്ള അവസരങ്ങളും കൂടെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് കോമ്പറ്റീഷൻ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു അലൈൻമെൻറ്റ് അവിടെ സംഭവിക്കും. അതിന് ചില ഉദാഹരണം പറഞ്ഞാൽ, ഒരു പുതിയ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ പുതിയ രൂപത്തിലൊരു കമ്പനിയുമായി മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജി, അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ച് മുൻകൈ നേടിയെടുക്കാൻ കോമ്പറ്റീറ്റീവ് അനാലിസിസ് ഫ്രെയിംവർക്ക്, അല്ലെങ്കിൽ ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് ബ്രാൻഡിങ് സ്ട്രാറ്റജി, അങ്ങനെ പലതരത്തിൽ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു സ്ഥാപനത്തെ സ്കെയിലപ്പിലേക്ക് വേണ്ടി പോകേണ്ടത്. അപ്പോൾ സ്കെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾ ആദ്യം സ്കെയിൽ ചെയ്യുന്നതിനുള്ള സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു കോർ പില്ലർ. രണ്ടാമത്തെ ഒരു കാര്യം മെഷർമെൻ്റാണ്. ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളർച്ചാ കാരണങ്ങളിലൊന്ന് മെഷർമെൻറ്റ് തന്നെയാണ്. ട്രാക്ക് ചെയ്യുക കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ, KPIകൾ, നമ്മുടെ ബിസിനസ്സിൻ്റെ കീ സക്സസ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടുള്ളത് എന്തൊക്കെയാണോ അതിനെ ട്രാക്ക് ചെയ്യണം. എന്നാലാണ് അതിൻ്റെ പ്രോഗ്രസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ പലപ്പോഴും ഡാറ്റ തന്നെ ഉപയോഗിക്കണം. ജനറലായിട്ട് പല സംരംഭകരും പറയുന്നൊരു കാര്യമുണ്ട്, കുഴപ്പമില്ല, ഓക്കെയാണ്, അങ്ങനെയാണെന്ന്. അങ്ങനെയല്ല. ഡാറ്റ ഡ്രിവൺ ഇൻസൈറ്റുകൾ വെച്ച് തന്നെ നമ്മുടെ സ്ഥാപനം എവിടെ നിൽക്കുന്നു, എങ്ങോട്ട് പോകുന്നു, എത്രത്തോളം വളർച്ച കൈവരിച്ചു, എവിടെയൊക്കെ പോരായ്മകളുണ്ട്, എത്ര ശതമാനം വളർച്ച കൈവരിച്ചു, ഏത് പ്രൊഡക്റ്റ്, ഏത് കാറ്റഗറി, ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമർ, അങ്ങനെ പരമാവധി ഡാറ്റ ഇൻസൈറ്റുകൾ കൊണ്ടുവരിക. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സെയിൽസിൽ ചില കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഉണ്ടാവും. ഫിനാൻഷ്യൽ മെട്രിക്സുകൾ, നമ്മൾ സ്ഥാപനത്തിലെ ചില ഫിനാൻഷ്യൽ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻവെൻട്രിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റെഗുലറായിട്ട് പെർഫോമൻസ് റിവ്യൂ നടത്തേണ്ട ഏരിയകൾ, ഇതൊക്കെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഈ മെഷർമെൻറ്റ് നമ്മുടെ സ്കെയിലപ്പിന് സഹായിക്കും. തേർഡ് വൺ ഈസ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തെ നമ്മൾ എങ്ങനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ടീം അലൈൻമെൻറ്റ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്, എന്തൊക്കെ രീതിയിലാണ് ഹൈറാർക്കി സെറ്റ് ചെയ്തിട്ടുള്ളത്, ഇത് മാക്സിമം എഫിഷ്യൻസി എടുക്കാൻ വേണ്ടി തന്നെ പ്രയത്നിക്കുക. കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് പല ഡിപ്പാർട്ട്മെൻറ്റുകളും സംയോജിപ്പിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ആ സ്കെയിലപ്പിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് മികച്ച ലീഡർഷിപ്പ്, ക്രോസ് ഫങ്ഷണൽ ടീം അലൈൻമെൻറ്റ്, ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ. നാലാമത്തെ കാര്യം ക്ലയൻസാണ്. ഒരു ബിസിനസ്സിൻ്റെ സ്കെയിലപ്പിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആളുകളാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ക്ലയൻസ്. അപ്പോൾ ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് ഓൾ അവർ ക്ലയൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റാണ്. ക്ലയൻറ്റിൻ്റെ നീഡ്സ് മനസ്സിലാക്കുക, അവർക്ക് വേണ്ടി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കുക. അപ്പോൾ അതിനുള്ള ഉദാഹരണം എന്ന് പറഞ്ഞാൽ, സ്കെയിലപ്പ് ചെയ്യുന്ന കമ്പനികളിൽ തീർച്ചയായിട്ടും ക്ലയൻറ്റ് ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടാവണം. ഫീഡ്ബാക്ക് ഇസ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ചാമ്പ്യൻസ് എന്നാണ്. വളരുന്ന കമ്പനികൾ ഫീഡ്ബാക്ക് എടുത്താണ് മുന്നോട്ട് പോകുന്നത്. ആ ഫീഡ്ബാക്കിൽ നിന്ന് കിട്ടുന്ന റിവ്യൂ അനുസരിച്ച് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും ശ്രമിക്കുക. അതുപോലെ തന്നെ പേഴ്സണലൈസ് ആയിട്ടുള്ള സർവീസുകൾ ഓഫർ ചെയ്തുകൊണ്ട് ക്ലയൻസിനെ എപ്പോഴും ഒരു വാവ് ഫാക്ടർ കൊടുത്ത് അവരെ നമ്മുടെ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സാക്കി മാറ്റി സ്കെയിലപ്പിന് വേണ്ടിയിട്ട് അവരെയും കൂടെ കൂട്ടുക. അഞ്ചാമത്തെ കാര്യം തീർച്ചയായിട്ടും സെയിൽസ് തന്നെയാണ്. സ്ഥാപനത്തിലേക്ക് റവന്യൂ വരുന്ന പ്രധാനപ്പെട്ട ഡ്രൈവിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് സെയിൽസാണ്. ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള സെയിൽസ് സ്ട്രാറ്റജികൾ ഉണ്ടാവുക, എപ്പോഴും ലൈവായിട്ട് നിൽക്കുക, സ്ഥാപനത്തിൽ എപ്പോഴും വരുമാനം വരുന്നു എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ സെയിൽസ് ടീമിനെ എംപവർ ചെയ്തുകൊണ്ടിരിക്കുക, അവർക്ക് ആവശ്യമായ ട്രെയിനിങ്, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ, ടൂൾസ്, മെത്തേഡ്സ്, മെക്കാനിസം ഒക്കെ കൊടുത്ത് ശാക്തീകരിക്കുക. പ്രത്യേകിച്ച് എക്സാമ്പിളായിട്ട് പറയാനുള്ളത്, നല്ല CRM സിസ്റ്റം സ്കെയിൽ ചെയ്യുന്ന കമ്പനിക്ക് വളരെ ആവശ്യമാണ്. കസ്റ്റമറെ നന്നായി മാനേജ് ചെയ്യുന്നതിന് ടെക്നോളജിയുടെ സഹായം എടുക്കുക, പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ നോക്കുക. അതുമാത്രമല്ല, നഷ്ടപ്പെട്ടു പോകുന്ന കസ്റ്റമറൊക്കെ ഉണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനും അവരിലേക്ക് കൂടുതൽ റീച്ച് ചെയ്യാനും പറ്റുന്ന സെയിൽസ് സ്ട്രാറ്റജികളൊക്കെ അതിൻ്റെ ഭാഗമായിരിക്കണം. ആൻഡ് ഫൈനലി പറയാനുള്ള 6ാമത്തെ പില്ലർ സ്കെയിലപ്പിന് വേണ്ടി കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും, ഒരു ബിസിനസ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്ന സപ്ലയർ ആവാം, കസ്റ്റമർ ആയിരിക്കാം, നമ്മളെ സഹകരിക്കുന്ന ബാങ്ക് ആയിരിക്കാം, നമ്മളുമായി ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സോ ഡയറക്ടേഴ്സോ, എല്ലാ തരത്തിലുള്ള ആളുകളും
അവരോടൊക്കെ പോകുന്ന ക്ലിയർ ആൻഡ് കോൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബ്രാൻഡിങ് ഒക്കെ ചെയ്യുന്നു, ആ ബ്രാൻഡ് മെസ്സേജ് കസ്റ്റമറിലേക്ക് എങ്ങനെ റീച്ച് ചെയ്യുന്നു, അവർക്ക് നമ്മളിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരിക്കണം ആ കമ്മ്യൂണിക്കേഷൻ. നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരോടുമുള്ള കമ്മ്യൂണിക്കേഷനിലുള്ള സ്ട്രെങ്ത്തും ഒരു ബിസിനസ്സിൻ്റെ സ്കെയിലബിലിറ്റിയെ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കൂടുന്നതാണ് ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാസ്റ്ററി ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6 പില്ലറുകളും നല്ല രീതിയിൽ തന്നെ ഒന്ന് പരിശോധിക്കുക. ഇതിൻ്റെ അകത്തൊക്കെ കാര്യമായ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തി മുന്നോട്ട് പോവുക. താങ്ക് യു.